വയനാട് വെള്ളമുണ്ടയിൽ ആദിവാസി സ്ത്രീകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു. പരിക്കേറ്റ ആതിരയുടെ ഭർത്താവ് രാജുവാണ് പിടിയിലായത്. കൊച്ചാറ ആദിവാസി ഉന്നതിയിലെ മാധവി, മകൾ ആതിര എന്നിവർക്കാണ് വെട്ടേറ്റത്. YS അഭിനന്ദ് ചേരുന്നു. അഭിനന്ദ്, അമ്മയ്ക്കും മകൾക്കും പരിക്കേൽക്കുന്നു. എന്താണ്, കുടുംബ തർക്കമോ മറ്റോ ആണോ ഈ സംഘർഷത്തിൽ കലാശിച്ചത്? ഗോകുൽ, ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് വെള്ളമുണ്ട, വരാമ്പാറ്റ, കൊച്ചാറ ആദിവാസി ഉന്നതിയിലെ മാധവി, മകൾ ആതിര എന്നീ രണ്ട് ആദിവാസി സ്ത്രീകൾക്ക് വെട്ടേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ആതിരയുടെ ഭർത്താവ് രാജുവാണ് ഇവരെ വെട്ടി പരിക്കേൽപ്പിച്ചത്. നേരത്തെ തന്നെ ഇവർ തമ്മിൽ കുടുംബ തർക്കം ഉണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിലേക്ക് കലാശിച്ചത് എന്നാണ് പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതി പിടിയിലായിട്ടുണ്ട്. ഇന്നലെ തന്നെ വെള്ളമുണ്ട പോലീസ് ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നു. വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. എന്തായാലും വിശദമായ പരിശോധനയ്ക്കൊടുവിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പ്രതിയായിട്ടുള്ള രാജു വെള്ളമുണ്ട പോലീസിന്റെ പിടിയിലാകുന്നത്. എന്തായാലും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനിലയിലേക്ക് വരികയാണെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആതിരയുടെ പരിക്ക് അല്പം ഗുരുതരമാണ്, അമ്മയുടെ പരിക്ക് നിസ്സാരമാണ്. എന്തായാലും ഇത് രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഗോകുൽ, ശരി. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.